ജർമ്മനിയിൽ സപ്ലൈ എഴുതാൻ പറ്റത്തില്ലേ? ഒരുപാട് പേർക്ക് അറിയാത്തൊരു റിയാലിറ്റി ഉണ്ട്. ജർമ്മനിയിൽ ഒരു എക്സാം നമുക്ക് 3 തവണയിൽ കൂടുതൽ എഴുതാൻ പറ്റത്തില്ല. നമ്മൾ 3ാമത്തെ തവണയും ഫെയിൽ ആയി കഴിഞ്ഞാൽ കോളേജ് നമ്മുടെ മേലുള്ള വിസ സപ്പോർട്ട് നിർത്തി ഔസ്ലാൻഡർ ബെഹോഡയിൽ അറിയിക്കുകയും ചെയ്യും. സോ നമുക്ക് ഔസ്ലാൻഡർ ബെഹോഡ എക്സിറ്റ് എൻട്രി വിസ എന്ന് പറഞ്ഞൊരു വിസ കിട്ടും. അതൊരു 90 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകണം. സോ നമ്മൾ ഒരു തവണ ഒരു എക്സാം എഴുതി, 2 തവണ ഒരു എക്സാം എഴുതി, 3ാമത്തെ തവണ എക്സാം എഴുതും അല്ലെങ്കിൽ ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു യൂണിവേഴ്സിറ്റിയോ കോളേജോ കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേര് തന്നെ സ്റ്റുഡൻറ് വിസയിൽ 6-7 വർഷമായിട്ട് നിൽക്കുന്നവരുണ്ട്. കാരണം അവർ ആദ്യം ഒരു TU ചേർന്ന്, രണ്ടാമതൊരു TU ചേർന്ന്, ഇതും രണ്ടും ജയിക്കാത്തതുകൊണ്ട് 3ാമതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചേർന്നവരുണ്ട്. സോ നിങ്ങൾക്ക് ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ എടുക്കാൻ പോകുന്ന കോഴ്സ് ഏതാ, കോഴ്സിന് ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സിലബസ് മൊത്തം ഒന്ന് വായിച്ച് നോക്കി. ഓക്കെ, നമുക്ക് പറ്റുമോ നോക്കാം. നമ്മൾ പഠിക്കാൻ മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം, സ്വന്തമായിട്ട് പാർട്ട് ടൈം ചെയ്യണം, എല്ലാ കാര്യം നമ്മൾ സ്വന്തമായിട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വേണം പഠിക്കാനായിട്ട്. സോ നമുക്കിത് പറ്റുമോ എന്നുള്ളത് നമ്മൾ തന്നെ നോക്കുക. അതുപോലെ തന്നെ ഈ ഏജൻസീസ് പറയാം നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തു വരാം, എന്നിട്ട് ഇവിടുന്ന് മാറാൻ പറ്റും, പറ്റില്ല എന്നല്ല, പക്ഷെ അതിനും ഒരുപാട് പേര് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അഡ്മിഷൻ കിട്ടി ജർമ്മനി വരുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. റിമെമ്പർ ദാറ്റ്.